ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ്. ഇന്ന് ദിവസം 6. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി പരമാവധി ഈ സന്ദേശങ്ങൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാ വൈദികർക്കും മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. ദിവസം 6 ഒക്ടോബർ 20, 1973. 22 സുവിശേഷത്തിൻ്റെ പ്രകാശം. നീ എന്തെങ്കിലും പ്രവൃത്തി എന്നെ കൂടാതെ ചെയ്യുമ്പോൾ സർവ്വതിലും നിനക്ക് മടുപ്പുണ്ടാകുന്നുവെന്നും അത് നിന്നിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നുവെന്നും നീ കാണുക. അപ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കുന്നു, എനിക്കെന്തു പറ്റി? മുൻപ് ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ എന്നെ ആകർഷിക്കുകയും നിശേഷം വിലയനം ചെയ്യുകയും ചെയ്തിരുന്നത്? ഇപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ മകനെ, നിനക്ക് സംഭവിച്ചത് നീ നടത്തിയ മഹത്വം നിർണായകവുമായ പ്രതിഷ്ഠയാണ്. നിന്റെ ഈ പ്രവൃത്തി ഗൗരവപൂർവ്വം ഞാൻ എടുക്കുകയും ചെയ്തു. നിന്റെ ജീവിതം മുഴുവനും യഥാർത്ഥത്തിൽ മാറ്റുന്നതിന്, രൂപാന്തരപ്പെടുത്തുന്നതിനുമുള്ള ശക്തി അതിനുണ്ട്. നിന്റെ പ്രതിഷ്ഠയോട് കൂടെ നീ നിന്റെ ജീവിതത്തെ എൻ്റെ കരങ്ങളിൽ കൈയാളിച്ചു. ഇപ്പോൾ അത് എൻ്റെ വകയാണ്, എൻ്റേതാണ്. അതിൻ്റെ ഉടമസ്ഥത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ അല്പാൽപമായി എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട ഒരു പരിപൂർണതയിലേക്ക് നിന്നെ ഞാൻ പ്രശാന്തമായി നയിക്കും. എൻ്റെ പുത്രൻ ഈശോയുടെ ശരിയായ ഒരു ഛായയിലേക്ക് നിന്നെ ക്രമശഃ രൂപാന്തരപ്പെടുത്തും. കാര്യങ്ങൾ ഒരു പുതിയ രീതിയിൽ നീ കാണുന്നതിന് ഞാൻ ഇടയാക്കും. നീ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ലോകത്തിലുള്ള യാതൊന്നിനും നിനക്ക് താല്പര്യമുണ്ടാവുകയില്ല. ഇത് നിന്നിൽ അഗാധമായ ദുഃഖം ഉളവാക്കും. അവയെക്കുറിച്ച് നീ ഇങ്ങനെ പറയും, ഇവ എത്ര കണ്ട് മിഥ്യാമയങ്ങളാണ്, എത്ര കണ്ട് ഉപയോഗശൂന്യങ്ങളാണ്. എങ്കിലും അവയാൽ നയിക്കപ്പെടുന്നതിനും അവ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും നിന്റെ എത്രയോ സഹോദരന്മാർ സമ്മതിച്ചു കൊടുത്തു. ലോകം വീക്ഷിക്കുന്നത് പോലെയാണ് അവർ വീക്ഷിക്കുന്നത്. ലോകം ജീവിക്കുന്നത് പോലെ അവരും ജീവിക്കുന്നു. അങ്ങനെ ജീവിതം എന്ന ദാനത്തെ അവർ നിഷ്ഫലമാക്കുന്നു. ഞാൻ നിനക്ക് ഒരു പുതിയ ജീവിതാനുഭവം തരും. എൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ അനുഭവം നിനക്കുണ്ടാകും. അങ്ങനെ സ്നേഹിക്കപ്പെടുന്നതിനും സഹിക്കപ്പെടുന്നതിനുമുള്ള കഴിവ് നിനക്ക് അസാധാരണമാംവിധം പ്രബലപ്പെടും. കാരണം നിൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ അനുഭവം തന്നെ എൻ്റെ മകനെ നിനക്കുണ്ടാകും. ഇന്ന് അനേകം ആളുകൾ എൻ്റെ പുത്രൻ്റെ രക്ഷാകര പ്രവൃത്തി നിഷ്പ്രയോജനമാക്കുന്നതിൽ നീ എത്രമാത്രം ദുഃഖം അനുഭവിക്കും. തങ്ങളുടെ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ വളരെ പേർ വഴിതെറ്റിപ്പോകുന്നു. എന്തെന്നാൽ അവർ തങ്ങളറിയാതെ തന്നെ ഈ അബദ്ധ സിദ്ധാന്തങ്ങളുടെ ബലിമൃഗങ്ങളാകുന്നു. യേശുവിനെയും എന്നെയും ഉപേക്ഷിച്ച് സുവിശേഷത്തോട് അവിശ്വസ്തരായി തീർന്നിരിക്കുന്ന നിന്റെ സഹോദര വൈദികരെ പറ്റിയുള്ള നിന്റെ ഉത്കണ്ഠ എത്ര വിപുലമായിരിക്കും. അവർ അബദ്ധങ്ങളുടെ പ്രചാരകരാകുന്നു. ലോകം ഗ്രഹിക്കുന്നത് പോലെയും വിധിക്കുന്നത് പോലെയും അവർ ഗ്രഹിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. അവർ ഹൃദയത്തിൽ നേരത്തെ തന്നെ മതത്യാഗികളായി കഴിഞ്ഞു. എന്നിരുന്നാലും രക്ഷ പ്രാപിക്കാൻ അവർക്ക് ഇനിയും സാധിക്കും. അവരെ രക്ഷിക്കാൻ ഇനിയും എനിക്ക് കഴിയും. ഒരു പുതിയ ചിന്താഗതി നിനക്ക് ഞാൻ തരും. യേശുവിൻ്റെ ഹൃദയത്തെപ്പോലെയും എൻ്റെ മാതൃഹൃദയത്തെപ്പോലെയും നീ ചിന്തിക്കും. ദൈവത്തിലും ദൈവം കാണുന്നത് പോലെയും വിജ്ഞാനത്തിൻ്റെ അരൂപിയിൽ നീ സകലതും കാണും. ഹൃദയവിജ്ഞാനം നിനക്ക് ഞാൻ നൽകും. കൊള്ളാം, എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെല്ലാം ഇതുപോലെ ആയിരിക്കണം. അവർ തങ്ങളെ തന്നെ എനിക്ക് പ്രതിഷ്ഠിക്കുന്നതിനാൽ എന്നോടുകൂടെ ഒരുമിച്ച് അവർ അനുഭവിക്കുകയും വീക്ഷിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. അവരുടെ ജീവിതത്തെ മുഴുവനായി ഏറ്റെടുക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എൻ്റെ മറ്റു പുത്രന്മാരിൽ പ്രഥമജാതനായ എൻ്റെ സുതൻ യേശുവിൻ്റെ ഛായ അവരുടെ ജീവിതത്തിൽ പതിക്കുന്നതിന് വേണ്ടി അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഞാൻ ഇച്ഛിക്കുന്നു. തങ്ങൾക്ക് രൂപം കൊടുക്കേണ്ട അവർ കൊച്ചുകുട്ടികളെപ്പോലെ വിശ്വാസത്തോടും പരിത്യാഗ ചൈതന്യത്തോടും കൂടെ എന്നെ അനുവദിക്കണം.
അപ്പോൾ ഇരുൾ വ്യാപിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ അവർ വഴി സുവിശേഷത്തിൻ്റെ പ്രകാശം വ്യാപരിക്കും. ഇത് എൻ്റെ വൈദികരുടെ കടമയാണ്. ലോകമാസകലം മൂടപ്പെട്ടിരിക്കുന്ന അന്ധകാരത്തിൽ അവർ പ്രസ്തുത വെളിച്ചമായിരിക്കും. നിർണായകമായ ഈ മണിക്കൂറിൽ എൻ്റെ വൈദികർ വഴി എൻ്റെ മക്കളിൽ ഞാൻ സന്നിഹിതയായിരിക്കും. അവരെ രക്ഷിക്കുന്നതിലും എൻ്റെ വൈദികരുടെ സഹായത്തോടുകൂടെ ഞാൻ വിജയം കൈവരിക്കും. എൻ്റെ പുത്രൻ്റെ ഐശ്വര്യത്താൽ നവീകൃതമായും അവൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഒരു പുതിയ ലോകം താമസം വിന സംജാതമാകും. ഒക്ടോബർ 30, 1973 23 എൻ്റെ മാർപ്പാപ്പയോടുകൂടെ. എൻ്റെ മകനെ, ഈ സായാഹ്നത്തിൽ എൻ്റെ പുത്രൻ്റെ വികാരിയായ മാർപ്പാപ്പയോട് എൻ്റെ മാതൃഹൃദയത്തിലുള്ള സ്നേഹാർദ്രതയെപ്പറ്റി നിന്നോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുസഭ നേരിടുന്ന വേദനാജനകമായ ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പ എൻ്റെ മകൻ യേശു ഗെത്സമേൻ തോട്ടത്തിലായിരുന്നതുപോലെ ഏകാഗിയായി നിലകൊള്ളുകയാണ്, തൻ്റെ മരണവേദനയുടെയും പരിത്യക്തതയുടെയും മണിക്കൂറുകൾ അനുഭവിക്കുന്നതിന്. ഇത് അദ്ദേഹത്തിന് അഗാധമായ മനോവേദനയുടെ നിമിഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം മാരകമായ ദുഃഖം കൊണ്ടെന്നതുപോലെ ഞെരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിലെ മണിക്കൂറുകൾ അവർണ്യമായ സഹനങ്ങളുടെ കുരിശാൽ മുദ്രിതമാകുകയത്രേ. ഒരമ്മയെപ്പോലെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനും താങ്ങി നിർത്തുന്നതിനും ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപം നിൽക്കുന്നു. എൻ്റെ പുത്രൻ കഠിനയാതന അനുഭവിച്ച ശേഷം അവൻ്റെ ഹൃദയത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ കുമിഞ്ഞുകൂടിയതുപോലെ ലോകത്തിലെ എല്ലാ കഷ്ടതകളും പ്രക്ഷോഭങ്ങളും മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ആഴമായ ഒരു മുറിവുണ്ടാക്കുന്നു. മാർപ്പാപ്പയുടെ ഹൃദയത്തെ മതിക്കുന്നത് ഈ ലോകമാകുന്നു. അതെ, ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നുപോയ ഈ ലോകം. അതിൽ വസിക്കുന്ന അനേകം പേർ ദൈവത്തെ പരിത്യജിച്ചു. വിപ്ലവത്തിൻ്റെയും അശുദ്ധിയുടെയും തിരമാല എല്ലാറ്റിനെയും പ്രളയത്താൽ നശിപ്പിച്ചു കളയുമോ എന്ന് സംശയിക്കത്തക്കവണ്ണം അവിരാമം ഉഗ്രമായിക്കൊണ്ടിരിക്കുന്നു. മാർപ്പാപ്പയുടെ ഹൃദയത്തെ മതിക്കുന്നത് അദ്ദേഹം അനുഭവിക്കുന്ന ഏകാഗിയുടെ പരിത്യക്താവസ്ഥയാണ്. എൻ്റെ പുത്രൻ്റെ കഠിനവേദനയുടെ മണിക്കൂറുകൾ അവിടുത്തേക്ക് ഏറ്റവും ദാരുണമായ വേദന ഉളവാക്കിയത് യൂദാസിൻ്റെ വഞ്ചനയും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരുടെ ഒളിച്ചോട്ടവുമായിരുന്നു. മാനുഷികമായി പറഞ്ഞാൽ ആ സമയമായിരുന്നു അവരെ കൊണ്ട് ഏറ്റവും വലിയ ആവശ്യം. ഇക്കാലത്ത് മാർപ്പാപ്പയെ അനേകം പേർ ഒറ്റിക്കൊടുക്കുകയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. ഇതുമൂലം അദ്ദേഹം ഹൃദയവ്യഥ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ചില സഹപ്രവർത്തകർ പലപ്പോഴും അദ്ദേഹത്തെ അനുസരിക്കുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നു. അദ്ദേഹം സ്നേഹിക്കുന്ന പല വൈദികരും അദ്ദേഹത്തെ എതിർക്കുന്നു. സാത്താൻ്റെ അടിമകളായിപ്പോയ എൻ്റെ പല മക്കളും അദ്ദേഹത്തെ അപഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ മേൽ ദോഷാരോപണം നടത്തുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളെന്നും കത്തോലിക്കരെന്നും സ്വയം അവകാശപ്പെടുന്ന എത്രയോ പേർ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ എൻ്റെ സഭയ്ക്ക് ഇത് അന്ധകാര ശക്തിയുടെ മണിക്കൂർ തന്നെ. എപ്പോഴും മാർപ്പാപ്പയോട് കൂടെ. എനിക്ക് പ്രതിഷ്ഠിതനായിരിക്കുന്ന എൻ്റെ മകനെ, എൻ്റെ ദുഃഖിതമായ ഹൃദയത്തിൻ്റെ അഗാധവും ആനന്ദവും ആശ്വാസവും ആകുവാൻ ആഗ്രഹിക്കുന്ന നീ എൻ്റെ ഈ അഗാധ ഭയാശങ്കയുടെയും മാതൃവിലാപത്തിൻ്റെയും ശക്തിയേറിയ ആവിഷ്കർത്താവാകുക. നിന്റെ പുത്രസഹജമായ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് മാർപ്പാപ്പയുടെ ഹൃദയത്തിന് ആശ്വാസമേകുക. അദ്ദേഹത്തിൻ്റെ ക്ലേശത്തിൽ പങ്കുചേരുക. ഇപ്പോൾ വളരെയേറെ ഭാരമുള്ളതായി തീർന്നിരിക്കുന്ന തൻ്റെ കുരിശു വഹിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുക. എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികർ തിരുസഭയിൽ മാർപ്പാപ്പയുടെ സ്നേഹിതരും ആശ്വാസദായകരും പ്രതിരോധകരും ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ. എന്തെന്നാൽ അവർ തങ്ങളുടെ അതിരറ്റ സ്നേഹവും പ്രാർത്ഥനയും വഴി അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ ശൂന്യതയെ നിറയ്ക്കും. അദ്ദേഹം നിശേഷം ഉപേക്ഷിക്കപ്പെട്ട സമയം ആഗതമാകുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ടായിരിക്കും. എൻ്റെ പുത്രനെ പോലെ അദ്ദേഹം കാൽവരി കയറുമ്പോൾ അവർ അദ്ദേഹത്തോടൊപ്പം കുരിശു വഹിക്കും. കുരിശിലേറിയിരിക്കുന്ന മാർപ്പാപ്പയുടെ സമീപം അമ്മയായ എന്നോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതർ എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികർ ഉണ്ടാകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ ആശ്വാസദായകർ. എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ പരിത്യക്താവസ്ഥയുടെയും കഷ്ടതയുടെയും കാഠിന്യം അവർ കുറയ്ക്കും. ലോകരക്ഷയ്ക്ക് വേണ്ടി അവസാന ബലിയായി സ്വയം അർപ്പിക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നവരുടെ വിഹിതത്തിൽ അദ്ദേഹത്തോടുകൂടെ പങ്കുചേരാൻ അവർ അമാന്തിക്കുകയില്ല. അവർ അദ്ദേഹത്തിൻ്റെ പ്രതിരോധകർ. കാരണം അവർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിരിക്കും. അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നവർക്കും അദ്ദേഹത്തിനെതിരെ ദൂഷണം പറയുന്നവർക്കുമെതിരെ അവർ സമരം ചെയ്യും.
പരിശുദ്ധ പിതാവിന് വരാൻ പോകുന്ന ഈ സമയത്തെപ്പറ്റി ഫാത്തിമയിൽ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രത്യേക സഹായവും സംരക്ഷണവും അദ്ദേഹത്തിന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈദികരായ നിങ്ങൾ വഴി അദ്ദേഹത്തെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി പടപൊരുതാൻ സന്നദ്ധരായ എൻ്റെ സൈന്യനിരയായിരിക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ സുവിശേഷത്തോട് വിശ്വസ്തത പാലിക്കുകയും നിങ്ങളിലൂടെ ഞാൻ വലിയ വിജയം നേടുകയും ചെയ്യും. ഒക്ടോബർ 31, 1973, 24. എൻ്റെ എതിരാളിയുടെ കയ്യിൽ നിന്ന്. എൻ്റെ പ്രസ്ഥാനം വഴി എൻ്റെ വൈദിക സുതരിൽ അനേകരെ എൻ്റെ എതിരാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും. അവരിൽ വളരെ പേർ അന്ധകാരത്തിലും അതിദാരുണമായ നിസ്സഹായാവസ്ഥയിലും അത്രേ. കാരണം അവർ യേശുവിനെയും സുവിശേഷത്തെയും ഒറ്റിക്കൊടുത്തു. എന്നാൽ എൻ്റെ പ്രകാശം ദർശിക്കുന്നതിനും എൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും ഞാൻ അവരെ കൊണ്ടുവരും. അവർ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരാകും. ഞാൻ തന്നെ അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും അവരെ സുഖപ്പെടുത്തുകയും ഇനി വീഴാതിരിക്കാൻ അവരെ ശക്തരാക്കുകയും ചെയ്യും. ഞാൻ ഒരമ്മയാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അവർ എൻ്റെ മക്കളാണ്. ആകയാൽ താൻ നശിച്ചുപോയി എന്ന് വിചാരിച്ച് ഒരുവനും നിരാശപ്പെടാതിരിക്കട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഈ പുത്രന്മാരുടെ തിരിച്ചുവരവിന് വേണ്ടി എൻ്റെ വിമല ഹൃദയം കാത്തിരിക്കുകയാണ്.